നല്ല എവിഡൻസുള്ള തെളിവുകളുള്ള കേസാണ്. DNA തെളിവുകളുണ്ട്. ഒന്നാം പ്രതിക്കെതിരായിട്ട് കറക്റ്റായിട്ട് DNA തെളിവുകളുണ്ട്. റിയാസ് മൗലവിയെ കുട്ടി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ കിട്ടിയതാണ്. ഒന്നാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ, അതാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ്. അപ്പൊ അതില് കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അതിന്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശം. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു വിധിയായാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം വളരെ പൈശാചികവും വളരെ ഭീകരമായ ഒരു മരണമായിരുന്നു റിയാസ് ഉസ്താദിന്റെ. കാരണം ഒരു കാര്യത്തിലും ഒന്നിലും ഇടപെടാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാൻ എന്തിനാണ് മരണപ്പെട്ടതെന്ന കാര്യം. ഈ കൊന്നവർക്കും അവർക്കും പോലും അറിയൂ റിയാസ് മൗലവിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരായിരുന്നു. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖരക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധിയോട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരോൾ പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇൻട്രീം ബെയിൽ പോലും കിട്ടാതെ 7 വർഷമായിട്ട് ജയിലിൽ കിടന്ന 3 ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത്.